ദിക്റിനെ ഒഴിവാക്കി അല്ലാഹുവിനെ തീരെ ചിന്തയില്ലാതെ തെമ്മാടിയായി ജീവിച്ചവൻ അവന്റെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുന്ന അവിടെ പോയി നിൽക്കുമ്പോൾ വനഹ്ശുറുഹു അല്ലാഹ് പറയാണ്, നാം അവനെ ഒരുമിച്ച് കൂട്ടും യൗമൽ ഖിയാമത്തി അഅ്മാ. ദുനിയാവിൽ വളരെ പലതും കണ്ട് രസിച്ച കണ്ണുകളാണ്, ആസ്വദിച്ച അവന്റെ കണ്ണുകളാണ്, നല്ല പവറുള്ള ഈ കുഞ്ഞിക്കണ്ണുകൾ. അവന്റെ കാഴ്ചക്ക് അറ്റമില്ലാത്ത നിലക്കവൻ പലതും കണ്ട് ആസ്വദിച്ച് ഒരു നിരോധങ്ങളെയും അവൻ ചെവി കൊടുക്കാതെ അല്ലാഹ് തന്ന കണ്ണുകൊണ്ട് ഹറാമുകളൊക്കെ കണ്ട് മതിച്ച് ഉല്ലസിച്ച് നടന്നവനായ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോ അവന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. രണ്ട് കണ്ണിന്റെയും കാഴ്ച പോയി അന്ധനായി നിലക്കാണ് മഹ്ശറിൽ വരുന്നത്. ആ സമയത്ത് ഈ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും, റബ്ബി, എന്റെ റബ്ബേ, ലിമ ഹശർതനീ അഅ്മാ, നീ എന്നെ എന്തേ ഇങ്ങനെ കണ്ണ് പൊട്ടനാക്കി ഇവിടെ കൊണ്ടുവന്നത്? വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ ദുനിയാവിൽ, എന്റെ കണ്ണിനെന്ത് പവറായിരുന്നു, എവിടെ പോയി എന്റെ കാഴ്ച, എവിടെ പോയി റബ്ബേ എന്ന് മനുഷ്യൻ റബ്ബിനോട് ചോദ്യം ചോദിക്കുമ്പോ അല്ലാഹ് പറയും, എന്ത്? ലിമ ഹശർതനീ അഅ്മാ വഖദ് കുന്തു ബസീറാ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ് പറയും, ഖാല കദാലിക്, പ്രകാരം തന്നെയാണടോ, നിനക്ക് ഇവിടെ ഇത് തന്നെയാ കിട്ടാനുള്ളത്. കാരണം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, അത്തത്ക ആയാതുനാ ഫനസീതഹാ, നിനക്ക് എത്ര ആയത്തുകളാടോ എന്റെ പക്കൽ നിന്ന് വന്നത്, എത്ര ആയത്തുകളാടോ നീ പഠിച്ചത്, എത്ര ഹദീസാണോ നീ കേട്ടത്, എത്ര നിയമങ്ങളാണോ നീ കേട്ടുപഠിച്ചത്. പക്ഷേ അതൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ ബാധ്യസ്ഥനായിരുന്ന നീ ആ ദുനിയാവിൽ എന്നെ ധിക്കരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എന്നെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ചിന്തയില്ലാതെ എല്ലാം മറന്നുകൊണ്ട് നീ ജീവിച്ചില്ലേ? ഫനസീതഹാ, നീ അതൊക്കെ മുഴുവനും മറന്നിട്ടല്ലേ അവിടെ ജീവിച്ചത്. അതുപോലെ വകദാലിക, അപ്രകാരം തന്നെ അൽയൗമ തുൻസാ, നിന്റെ കാര്യവും ഇന്നിവിടെ മറക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല, നിനക്കിനി രക്ഷയില്ല. മുന്നോട്ട് നോക്കിയാൽ കാണുന്നത് നരകം മാത്രം, വലതുവശത്ത് നോക്കിയാൽ കാണുന്നത് നിന്റെ അമലുകൾ മാത്രം, ഇടതുവശത്ത് നോക്കിയാലും കാണുന്നത് നിന്റെ അമലുകൾ മാത്രം. പല തെമ്മാടിത്തത്തിനും ധിക്കാരത്തിനും തോന്നിവാസത്തിനും നിന്നെ പ്രേരിപ്പിച്ച കൂട്ടുകാരെ നിന്റെ കൂടെ കാണുന്നില്ലല്ലോ. നിന്നെ തിന്മയിലേക്ക് നയിച്ച പലരും ഉണ്ടായിരുന്നില്ലേ? പാർട്ടിക്ക് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, അതുപോലെ തന്നെ മറ്റു പല ഉദ്ദേശങ്ങൾക്കും വേണ്ടി റബ്ബിന്റെ നിയമങ്ങളെ പച്ചയായി നീ പിച്ചി ചീന്തിയിട്ട് കാറ്റിൽ പറത്തി നീ ജീവിച്ചപ്പോ ഇവിടെ വരണം എന്ന ചിന്തയില്ലാതെ തെമ്മാടിയായി ജീവിച്ചവനല്ലേ? നിനക്കിനി പോകാനുള്ളത് നരകം മാത്രമാണ്. നിന്നെ നശിപ്പിച്ചവരും പഴപ്പിച്ചവരും നിനക്ക് വേണ്ട പ്രോത്സാഹനം നൽകിയവരും നിന്നെ ജയ് വിളിച്ച് പൊക്കി നടന്നവരുമൊന്നും ഇന്നത്തെ ദിവസം നിനക്ക് രക്ഷയില്ല. നീ എനിക്ക് വേണ്ടി പണിയെടുത്ത വല്ല അമലുമുണ്ടെങ്കിൽ അതല്ലാതെ ഇന്നത്തെ ദിവസം നിനക്ക് സമാധാനത്തിന്റെ മാർഗമില്ലെന്ന് റബ്ബവിടെ വെച്ച് പറയുമ്പോ അവിടെ വെച്ച് വിലപിച്ച് വിരൽ കടിക്കുകയാണ് അക്രമി. അവിടെ വെച്ച് വിരൽ കടിച്ച് വയൗമ യഅ്ദുല്ലാലിമു അലാ യദൈഹി വയഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അദല്ലനി അനി الذിക്രി ബഅദ ഇദ് ജാഅനി. മനുഷ്യൻ അവന്റെ കൈകൾ ഇങ്ങനെ കടിച്ചിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് വിലപിക്കുകയാണ്. മഹ്ശറിൽ വെച്ചുകൊണ്ടവൻ പറയുകയാണ്, എന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്ന ആ ഈമാനിന്റെ മാർഗത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ട് നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവനെയും മറ്റവനെയും ഒക്കെ ഞാൻ എന്റെ ഉറ്റ ചങ്ങാതിയാക്കി സ്വീകരിച്ചതാണല്ലോ ഞാൻ ഈ നശിച്ചു പോയത്. അതില്ലാതെ ആയിപ്പോയെങ്കിൽ എന്നവിടെ വെച്ച് വിലപിക്കുന്നു. പക്ഷെ ആ വിലാപത്തിന്റെ നതീജ, അതിന്റെ റിസൾട്ട് ഒരു ബിഗ് സീറോയാണ്. ശുദ്ധ ശൂന്യത, ഒന്നും നേടാനില്ല, ഒരു രൂപത്തിലുള്ള കാര്യം അവിടെ കിട്ടാനില്ല. എന്താ കാരണം? അടിസ്ഥാനം പഴച്ചുപോയി. അതുകൊണ്ടാ റബ്ബ് പറയുന്നത്, ദിക്ർ നിന്റെ മനസ്സിൽ എപ്പോഴും വേണം.
അതിരാവിലെ എഴുന്നേൽക്കുമ്പോ ദിക്ർ വേണം, അതിന്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. ഒരുപാട് ദിക്റുകളുടെ കൂമ്പാരം തന്നെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടക്ക് ചൊല്ലി തീർക്കേണ്ട ദിക്റുകളുണ്ട്, മഗ്രിബിന്റെ മുമ്പ് ചൊല്ലി തീർക്കേണ്ട ദിക്റുകളുണ്ട്, രാത്രിയിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, പകലിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, വ്യത്യസ്ത ഘട്ടങ്ങളിൽ ചൊല്ലേണ്ട നൂറുകണക്കിന് ദിക്റുകളുണ്ട്. പക്ഷേ പഠിച്ചിട്ടുണ്ടോ എങ്കിൽ അത് പഠിക്കാതെ റബ്ബ് വിടൂല, രക്ഷപ്പെടൂല. അതെങ്ങനെ വേണം? ആ ദിക്റുകൾ ഇങ്ങനെ കേവലം ചുണ്ടുകൾ കൊണ്ട് പറഞ്ഞു പോയാൽ പോരാ. ആ പറയുന്നത് എന്താണെന്ന് ചിന്തിച്ചു പറയണം, ആലോചിച്ചു പറയണം, അർത്ഥം പഠിച്ചു പറയണം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. എന്താണ് ഞാൻ പറയുന്നതെന്ന് അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പറയണം. അപ്പൊ നമ്മുടെ ഈമാൻ ഇങ്ങനെ കൂടും. പ്രതിസന്ധിയും പ്രയാസവും വരുമ്പോ അള്ളാഹ് പറഞ്ഞു ആവർത്തിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. എന്തിനാ? പ്രതിസന്ധിയും പ്രശ്നവും വരുമ്പോഴാണ് അള്ളാഹ് ഇല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും, അള്ളാഹ് ഇല്ലാത്തവരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാനും, അള്ളാഹ് ഇല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ കൊടുക്കാനും, അള്ളാഹ് ഇല്ലാത്തവർക്ക് വേണ്ടി മൃഗങ്ങളെ ബലിയർപ്പിക്കാനും ഒക്കെ മനുഷ്യന് പ്രേരിപ്പിക്കുക. എപ്പോഴാണ്? അപകടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളും ഒക്കെ കുന്നുകൂടി ഒന്നിനു മീതെ മറ്റൊന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ. അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആഉൽ കർബുകൾ നിങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. വിഷമങ്ങൾ ഉണ്ടാകുമ്പോ ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റുകളിലൊക്കെ തൗഹീദിന്റെ പ്രാമുഖ്യമാണ് വിളിച്ചറിയിക്കുന്നത്. വിഷമങ്ങൾ ഉണ്ടാകുന്നവനോട് അള്ളാഹ് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ബാധിക്കുമ്പോ നിങ്ങൾ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. എത്ര പേർക്ക് അറിയാം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിക്കണ്ടേ? ഇന്ന് ടെൻഷനാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. മനുഷ്യന്മാരോട് ഈ പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾ അതിനേക്കാണ് വലിയ ടെൻഷനിൽ നടക്കുന്ന ആളോടാ പോയിട്ട് പറയണം എനിക്കിന്ന് ഭയങ്കര ടെൻഷനാണ്. അള്ളാനോട് പറ നിന്റെ ടെൻഷൻ. അള്ളാഹ് പറയാണ് നിനക്ക് വിഷമുണ്ടോ? നീ എന്നോട് പറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അളീം, മഹാനായ അള്ളാഹ്, ദുർബലനായ അല്ല. മനുഷ്യൻ ദുർബലനാ, അള്ളാഹ് അളീമാ. ഹലീം, എന്തും കേട്ട് സഹിക്കാൻ തയ്യാറുള്ള അള്ളാഹ്. നിങ്ങൾ 2 പ്രാവശ്യം പോയിട്ട് 3ാമത്തെ പ്രാവശ്യം നിങ്ങളുടെ റൂംമേറ്റിനോട്, നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങളെ സങ്കടം പോയി പറഞ്ഞോക്ക്, 4ാം തവണ നിങ്ങളെ കാണുമ്പോൾ അയാൾ മുങ്ങും. എന്താ പ്രശ്നം? എന്തോ പറയാൻ വരികയാണ്, കേട്ടും എടുത്തു. സബറില്ല. അള്ളാഹ് ഹലീമാ. അള്ളാഹ് ലഈഫല്ല, സഗീറല്ല, അളീമ. അള്ളാഹ് ഹലീമാണ്, എന്തും കേൾക്കാൻ ക്ഷമയാണ്. എത്ര നിങ്ങൾ ചോദിക്കണതോ അത്രയും അവന് ഇഷ്ടാണ്. ആ ദിക്റിയല്ല ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം. ഇനിയോ, എന്തും അധികാരം പവറുള്ള റബ്ബാണ്, ഒന്നിനും കഴിവില്ലാത്ത മനുഷ്യനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അളീം. ആകാശഭൂമികളുടെ മുഴുവനും അതിന്റെയൊക്കെ മീതെ ഇരിക്കുന്ന അർശിന്റെ അധിപനായ റബ്ബ്. തീർന്നില്ല, അവന്റെ അടുക്കൽ എല്ലാം അവന്റേതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. സപ്താകാശങ്ങളുടെയും സപ്തഭൂമിയുടെയും അഥവാ 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെയും അധിപനായ റബ്ബ്. നല്ല പവറുള്ളവനാ, അവനെ തന്നെ വിളിച്ചോ എന്നാണ് ആ പറയണത്. ഇതാദ്യം വിഷമുണ്ടാവുമ്പോ എവിടേക്കേലും പോകും, അവിടെ പോകും, ഒരു നൂല് മന്ത്രിക്കും, ഒരു ചരട് കെട്ടും, വേറെന്തെങ്കിലും പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. അള്ളാഹ് പറയണ നീ എന്റെ അടുക്കലേക്ക് വാ. നിനക്ക് പ്രയാസമുണ്ടോ? വിഷമം വരുമ്പോ ദിക്ർ ചൊല്ലാൻ പറയണ്. അല്ലാഹ് വിളിക്കാൻ. അല്ലാഹ് കണ്ടോ, വിഷമം വരുമ്പോൾ ഒരു ദിക്റായി പറയുന്നു. അല്ലാഹ് അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി ശൈആ. കണ്ടോ, വിഷമമുണ്ടാകുമ്പോ പറയാൻ പഠിപ്പിച്ച ദിക്ർ. എന്തിനാ അവിടെ അത് പറയാൻ പഠിപ്പിക്കുന്നത്? നിങ്ങൾ നോക്കൂ, എത്ര ദിക്റുകൾ. ആ ദിക്റുകളിലൊന്നും ഇത് പറയുന്നില്ലല്ലോ. വിഷമം വരുമ്പോ വിളിക്കാൻ പറയാം അല്ലാഹ്, അല്ലാഹു റബ്ബി, അള്ളയാണ് എന്റെ രക്ഷിതാവ്, അവനാ മാത്രാണ് എന്റെ യജമാനൻ. ലാ ഉശ്രികു ബിഹി ശൈആ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കുചേർക്കൂല. അതിങ്ങനെ പറയിപ്പിക്കുക എപ്പോ? വിഷമം വരുമ്പോ. കാരണം എന്താ? വിഷമം വരുമ്പോഴാണ് ശിർക്ക് ചെയ്യുക. വിഷമം വരുമ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തർ വന്ന് വസ്വാസം ഉണ്ടാക്കി. ഞങ്ങൾ ഒരുപാട് ചികിത്സ ചെയ്തില്ല, അവിടെ ഒന്ന് പോയി നോക്കി, ഇവിടെ ഒന്ന് പോയി നോക്കി, ഇവിടെ ഒന്ന് മൂടി നോക്കി, അവിടെ ഒന്ന് കെട്ടി നോക്കി, അവിടെ ഒന്ന് അറുത്ത് നോക്കി എന്നൊക്കെ പറയൂലേ.
അതെ, അത് വിഷമമാണ് മുതലെടുക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇനിയും നോക്കൂ നിങ്ങൾ പ്രയാസം വരുമ്പോ ധാരാളം ദിക്റുകൾ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, എത്ര ദിക്റുണ്ട്. എന്തൊരാശ്വാസമാണ്, മനസ്സിന് വല്ലാത്ത ആശ്വാസം പകരും അത്തരത്തിലുള്ള ദിക്റുകൾ. നമ്മൾ ചിന്തിക്ക് ശരിക്ക്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് വളരെ ഗൗരവത്തോടെ പറയാണ്, രാവിലെ എഴുന്നേറ്റ സമയം മുതൽ നമുക്ക് ദിക്ർ തുടങ്ങുകയും ഉറങ്ങുന്നത് വരെ ചൊല്ലാനുള്ള ദിക്റുകൾ. നിങ്ങൾ അതൊക്കെ ഒന്ന് ഒരു ദിവസം അല്ല ഒരാഴ്ച കൊണ്ട് ഒരു ദിക്ർ പഠിച്ചുകൂടെ സുഹൃത്തുക്കളെ? ഒരു ദിക്ർ നിങ്ങൾ അങ്ങനെ പഠിക്കും. ഒരാഴ്ച കൊണ്ട്, ഇത് നിങ്ങൾക്ക് ബിസിയാണ്, തിരക്കാണ്, അങ്ങനെയൊക്കെ ഒരാഴ്ച കൊണ്ട് പഠിച്ചാൽ പോരാ, വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കണം. എന്നാൽ ഒന്നുമില്ലാത്തിൽക്കും ഭേദമല്ലേ ഒരാഴ്ച കൊണ്ട് ഞാൻ ഒരു ദിക്ർ പഠിക്കും. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോ എന്താ പറയേണ്ടതെന്ന് അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാകും. ഇപ്പൊ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾക്കിടയിൽ അറിയുന്നവർക്ക് പോലും തെറ്റുകൂടാതെ പറയാൻ അറിയാത്തവരും ഉണ്ടാകും. തെറ്റുകൂടാതെ പറയാൻ പഠിച്ചവർക്ക് പോലും അർത്ഥമറിയാത്തവരും ഉണ്ടാകും. ഇങ്ങനെ പല കാറ്റഗറിയിലാവും ആളുകൾ. ഒരു മാറ്റം സുഹൃത്തുക്കളെ, നമ്മളായിട്ട് നമുക്കൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ആരാ പിന്നെ നമ്മുടെ കൽബിൽ മാറ്റം വരുത്തുക? നമ്മളിൽ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറില്ലെങ്കിൽ ആർക്ക് മാറ്റാൻ സാധിക്കും? അതുകൊണ്ട് ദുആകളുടെയും ദിക്റുകളുടെയും ലോകം വിശാലമാണ്. അത് നമ്മുടെ ഈമാനിന്റെ വർധനവിന് അനിവാര്യമാണ്. ജീവിതത്തിൽ നല്ല സമാധാനം കിട്ടും, നല്ല സ്വസ്ഥത കിട്ടും, വലിയ ശാന്തി ലഭിക്കും. ഇതൊക്കെ അള്ളാന്റെ ഓഫറാണ്. അള്ളയാ നമ്മളോട് പറയുന്നത്. ഇസ്ലാമിലെ പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും എന്ന നിലക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് രാത്രി ഉറങ്ങും വരേക്കുമുള്ള പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ, CD അല്ലെങ്കിൽ MP3 ഒക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഓരോ ദുആയും എങ്ങനെ ചൊല്ലണം, എത്ര തവണ ചൊല്ലണം, അതിന്റെ അർത്ഥമെന്ത്, ആശയമെന്ത്, അത് നമുക്ക് പകർന്നു തരുന്ന മെസ്സേജ്, സന്ദേശമെന്ത് എന്നൊക്കെ വിശദീകരിക്കുന്ന 1041 പ്രഭാഷണങ്ങളുടെ സമാഹാരം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിലെയോ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകരെയൊക്കെ സമീപിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതൊന്ന് പഠിക്കണം സുഹൃത്തുക്കളെ. ഇതൊരു വിനീതമായ അപേക്ഷയാണ്. നമ്മൾ വെറുതെ കാര്യങ്ങൾ കേട്ടുപോയാൽ പോരാ, പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സിയാദത്തുൽ ഈമാൻ, ഈമാനിന്റെ വർധനവുണ്ടാകണം. അത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അള്ളാഹു നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ അവനെ മറക്കാതെ സ്മരിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ ദിക്റുല്ലാ എന്ന് പറയുന്നത് കേവലം നാവുകൊണ്ടുള്ള ചില മന്ത്രോച്ചാരണങ്ങൾ മാത്രമായി തരം താഴരുതെന്ന്. അത് ബോധപൂർവം പറഞ്ഞതാ. കാരണം എന്താ അറിയോ, അവിടുക്കും ഇവിടുക്കും ചിന്തിച്ചിട്ട് ഇങ്ങനെ ദിക്റിലിട്ട് കാര്യമൊന്നുമില്ല. മനസ്സറിയണം. അതുപോലെ ഏതൊരു ഘട്ടത്തിലും അള്ളാനെ ഞാൻ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോ എതിർവശത്ത് നിന്ന് ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിങ്ങനെ വരിക. അപ്പൊ ആരും കാണില്ല. ഞാനൊന്നിങ്ങനെ നോക്കി, ആദ്യ ദൃഷ്ടിയിലുള്ള നോട്ടം എന്റേതല്ല, അതങ്ങനെ പെട്ടുപോയി. പിന്നെയും ഞാൻ മനഃപൂർവ്വം നോക്കുന്ന ആ നോട്ടം, ആ സമയത്ത് രണ്ടാമത് നോക്കാൻ തോന്നുന്ന വേളയിൽ എന്റെ മനസ്സിൽ ദിക്റുള്ള, അതൊരു ദിക്റാണ്. അത് നാവുകൊണ്ട് പറയലല്ല, എന്റെ മനസ്സിൽ തോന്നുകയാണ്. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്ന റബ്ബ്, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചവയെ അറിയുന്ന റബ്ബ്, അവൻ കാണുന്നു. വേണ്ട, ഞാൻ ചെയ്യണ്ട കേട്ടോ. അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ വന്നപ്പോ ഹൃദയത്തിൽ ചേഞ്ച് വന്നു. ഇതാ ദിക്ർ. ഓരോ സമയത്ത് നമ്മളൊരു കച്ചവടത്തിന് ഒരുങ്ങാണ്, ഒരു കടയിലിരിക്കുകയാണ്. വില നിലവാരമൊന്നും അറിയാത്തൊരു വിദേശി വന്നു ഒരു സാധനത്തിന്റെ വില ചോദിച്ചു. ഇത് എവിടുന്ന്, ഏതിന്റെ പ്രൊഡക്റ്റാന്ന് ചോദിച്ചു. നമുക്ക് അയാളോട് എന്ത് കളവും പറയാം. ഒറിജിനൽ സാധനമാണ്, ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഇന്ന കമ്പനിയാണ് എന്നൊക്കെ പലതും പറയാം. അതിന്റെ വില എത്രയാണെന്നൊക്കെ പറയാം. അതൊക്കെ പറഞ്ഞ് അയാൾ തരും ചെയ്യും. സാധുവാണ്. അയാൾക്ക് മാർക്കറ്റിനെ പറ്റിയോ അവിടുത്തെ വില നിലവാരത്തെ പറ്റിയോ ഒന്നും അറിയാത്തൊരു കസ്റ്റമറാണ്. അയാൾ കയറി വന്നു. നല്ല അവസരമാണ്, ഇപ്പം വമ്പൻ മുതലെടുക്കാൻ പറ്റുന്ന ഒരു അവസരം. അപ്പൊ ഇയാളെ മനസ്സിലിങ്ങനെ തോന്നി, ഇയാൾക്കറിയില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച റബ്ബ് ഇപ്പൊ അങ്ങനെ നിരീക്ഷണം നടത്തുകയാണല്ലോ. ഇപ്പൊ ഈ കസ്റ്റമറോടുള്ള എന്റെ ഇടപഴകൽ വേണ്ട, ആ പൈസ എനിക്ക് വേണ്ട, അക്കാശ് എനിക്ക് വേണ്ട എന്ന് മാറ്റം വരുന്നുണ്ടോ നിന്റെ കൽബിൽ, നിന്റെ ഹൃദയത്തിൽ? ദിക്റുള്ളയുണ്ട്, അതാ ദിക്ർ. വേണ്ടത് വേണ്ട സമയത്ത് നിനക്ക് ചിന്തിച്ച് അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളിലേക്ക് അടുക്കാനും വിരോധിച്ചിടത്തു നിന്നും മാറി നിൽക്കാനും നിന്നെ പ്രേരിപ്പിക്കുന്ന ചാലക ശക്തിയായി മാറണം നിന്റെ ദിക്ർ, നമ്മുടെ ദിക്ർ. അതാ ദിക്ർ. അല്ലാത്തൊരു ദിക്ർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ഓർക്കേണ്ട സമയത്തൊക്കെ ഓർത്ത് അങ്ങനെ ഓർത്ത് മാറിപ്പോകാനും നന്മയിലേക്ക് അടുക്കാനും ഒക്കെ പ്രേരകമായി തീരുന്ന ദിക്ർ. കൂട്ടിച്ചേർത്ത് പറയട്ടെ, ദിക്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന പലതുമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത പലതും സമൂഹത്തിൽ ദിക്റുകൾ എന്ന നിലക്ക് വിറ്റഴിക്കപ്പെടുന്നുണ്ടാകും. 4444 വകയെന്നോ 313 വകയെന്നോ അതുപോലെ തന്നെ മറ്റു വകകളെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പ്രവാചകൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത അർത്ഥങ്ങളിലും ആശയങ്ങളിലും അബദ്ധങ്ങൾ തിരികെ കയറ്റിയിട്ടുള്ള ദിക്റുകളുടെയോ സലാത്തുകളുടെയോ ലോകത്തേക്ക് പ്രവേശനം പാടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും കിട്ടാനില്ല. മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തുമൊക്കെ നമുക്ക് കൈമാറി തന്നിട്ടുള്ള ശുദ്ധമായ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നവയെ മുറുകെ പിടിക്കുക, അത് പഠിക്കുക, അതിന്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെ മുന്നോട്ട് പോയാൽ റബ്ബിന്റെ ഓഫറാണ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കും, നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. ഹൃദയങ്ങൾ നടുങ്ങി. അള്ളാന്റെ വചനങ്ങൾ അവർക്ക് ഇങ്ങനെ ഓതി കേൾപ്പിക്കപ്പെടുമ്പോഴൊക്കെ അവരുടെ ഈമാൻ ഇങ്ങനെ കൂടും. കണ്ടോ, സിയാദത്തുൽ ഈമാൻ എങ്ങനെയാ? ദിക്ർ കേൾക്കുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും ഒക്കെ ഈമാൻ കൂടും. നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിലും കൂടും, വേറൊരാൾ ഖുർആൻ ഓതി കേൾപ്പിച്ചാലും കൂടും. നമ്മൾ ദിക്ർ ചൊല്ലുമ്പോഴും കൂടും, വേറൊരു നല്ല ദിക്ർ കേൾക്കുമ്പോഴും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോഴും ഈമാൻ കൂടും. അതൊക്കെ എപ്പോഴാ അതിലേക്കുള്ളൊരു വിനീത ഭാവമുണ്ടാകുമ്പോ. അങ്ങനെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള ദിക്റുകളിലേക്ക് നമ്മൾ പോയാൽ ഈമാൻ വർദ്ധിക്കും. ആ നിലക്ക് സിയാദത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഈമാനിന്റെ വർധനവിനുള്ള നിമിത്തങ്ങളിലേക്ക് അടുക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനിയും സഹോദരങ്ങളെ, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഈമാൻ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അത് പ്രവൃത്തിപഥത്തിൽ വളരെ ശ്രദ്ധയോടെ ഇതെന്റെ ഒരു ജീവിത വിജയത്തിന്റെ അനിവാര്യ ഘടകമാണെന്ന ഒരു ബോധ്യം സ്വന്തം വന്ന് അത് ലഭ്യമാവാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം, ആരായണം, കണ്ടുപിടിക്കണം, പഠിക്കണം, പകർത്തണം എന്ന് മാത്രം എന്നോടെന്ന പോലെ എന്റെ സർവ്വ സഹോദരി സഹോദരങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുവാനും റബ്ബിനെ യഥാർത്ഥമായ നിലക്ക് സ്മരിക്കുവാനും അതിലൂടെ ജീവിത വിശുദ്ധിയും നാളെ പരലോകത്ത് സ്വർഗവും ലഭ്യമാവുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.